ഓണം എന്ന് പറഞ്ഞാൽ മാവേലി തമ്പുരാന്റെ കാലത്തെ സമത്വവും സ്നേഹവും ഒക്കെയാണെന്നാണ് വെപ്പ്. എന്നാൽ കാസർഗോഡ് വീർക്കാടി ഗ്രാമപഞ്ചായത്തിൽ ഈ ഓണം ഒരൽപ്പം അടിയന്തര പ്രാധാന്യമുള്ള രാഷ്ട്രീയ പാഠശാലയായി മാറി. LDFും UDFും BJPയും കൈകോർത്ത് സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയിലാണ് സർവകക്ഷി ഐക്യത്തിന്റെ യഥാർത്ഥ ആഴം തെളിയിക്കുന്ന അത്യാഹിതം സംഭവിച്ചത്. ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കലം തല്ലിപ്പൊട്ടിക്കൽ മത്സരത്തിനിടെ ഉന്നം തെറ്റിയ വടി ചെന്നു പതിച്ചത് കളി കാണാൻ നോക്കി നിന്ന LDF മെമ്പറുടെ തലയിലാണ്. പഞ്ചായത്ത് ഭരണത്തിൽ എത്രയൊക്കെ കടിച്ചു കീറിയാലും ആഘോഷങ്ങളിൽ ഞങ്ങൾ ഒന്നാണെന്ന് നാടിനെ കാണിക്കാനാണ് 3 പ്രമുഖ മുന്നണികളും ചേർന്ന് സംയുക്ത ഓണാഘോഷം സംഘടിപ്പിച്ചത്. എന്നാൽ ആട്ടവും പാട്ടും കഴിഞ്ഞ് കലം തല്ലിപ്പൊട്ടിക്കൽ ആരംഭിച്ചതോടെയാണ് സഹകരണ മുന്നണിയുടെ അണിയറ കളി പുറത്തു വന്നത്. കണ്ണും കെട്ടി വടിയും പിടിച്ച് പോരിനിറങ്ങിയത് UDFന്റെ ഒരു വനിതാ മെമ്പർ. ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ മെമ്പറെ കൃത്യമായി കണ്ണുകെട്ടി ഉന്നം കാണിച്ച് വഴി തിരിച്ചു വിട്ടതാകട്ടെ സാക്ഷാൽ BJP മെമ്പറും. ഇപ്പുറത്ത് കലം തല്ലിപ്പൊട്ടിക്കുന്നത് കണ്ട് ആർത്തു വിളിക്കാൻ LDF മെമ്പർ തൊട്ടു മുന്നിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. വടിയുമായി വരുന്നയാളുടെ മുന്നിൽ സ്വന്തം തല കൊണ്ടുപോയി വെച്ചു കൊടുക്കാൻ മാത്രം ഏത് അന്ധമായ പാർട്ടി സ്നേഹമാണ് ഈ സഖാവിനെ നയിച്ചതെന്ന് കണ്ടു നിന്നവർക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. കണ്ണും പൂട്ടി നിന്ന UDF മെമ്പർ തൂങ്ങിക്കിടക്കുന്ന കലമാണെന്ന് തെറ്റിദ്ധരിച്ച് പരമാവധി ആഞ്ഞു വീശിയത് വിപ്ലവ സഖാവിന്റെ തലമണ്ടയ്ക്കാണ്. വടിയുടെ ആഘാതത്തിൽ സഖാവ് നിലം പരിശായതോടെയാണ് ആളുകൾക്ക് കാര്യം കത്തിയത്. പോയത് കലത്തിന്റെ കഷ്ണങ്ങളല്ല, ഭരണപക്ഷ മെമ്പറുടെ ബോധമാണെന്ന്. സംഭവത്തിന്റെ വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. കണ്ണുകെട്ടാൻ BJPയും തല്ലാൻ UDFും നിന്നുകൊടുത്താൽ അടികൊള്ളുന്നത് LDFനാകുമെന്നതിന് ഇതിലും വലിയൊരു പ്രായോഗിക ഉദാഹരണം വേർക്കാടി പഞ്ചായത്തിനല്ലാതെ വേറെ ആർക്കാണ് നൽകാനാവുക? അണിയറയിൽ BJP വരച്ചു കൊടുത്ത ദൂരവും ദിശയും കൃത്യമായി പാലിച്ചാണ് UDF ജനപ്രതിനിധി വടി വീശിയത് എന്നത് കേവലം യാദൃശ്ചികമല്ലെന്ന് സഖാക്കൾ അടക്കം സംശയിച്ചാൽ കുറ്റം പറയാനാകില്ല. ഉന്നം തെറ്റിയതാണോ അതോ രാഷ്ട്രീയമായി കൃത്യമായി വെച്ചതാണോ എന്ന സംശയം ബാക്കി നിൽക്കെ അടിയേറ്റ LDF മെമ്പറുടെ പരുക്ക് ഗുരുതരമാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും കലം ഉടഞ്ഞില്ലെങ്കിലും ജനപ്രതിനിധികളുടെ സമത്വവും ഐക്യവും ഒറ്റയടിക്ക് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഐക്യമുന്നണി കളിച്ച ഒടുവിൽ സ്വന്തം തലയ്ക്ക് 8ന്റെ പണി വാങ്ങിച്ചു കൂട്ടിയ LDFന്റെ അവസ്ഥ കണ്ടാണ് ഇപ്പോൾ വേർക്കാടുകാർ മൂക്കത്ത് വിരൽ വെക്കുന്നത്.